ആദ്യമായിട്ട് ഒരു കലയോടൊരു താല്പര്യം എന്ന് പറഞ്ഞ് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ അഭിനയം തന്നെയാണ്. ഈ അഭിനയത്തിനോടുള്ള ഒരു താല്പര്യത്തിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വേറൊരാൾ അഭിനയിക്കുന്ന കണ്ടപ്പോഴാണ്. സ്കൂളിൽ വേലുത്തുമ്പി ദളവയായിട്ട് ഒരാൾ അഭിനയിക്കുന്നു, തകർക്കുന്നു. അങ്ങനെ ആ സംഭവം കണ്ടപ്പോൾ എന്തോ അത് ആ ഒരാളെ സെലക്ട് ചെയ്ത് കണ്ടപ്പോൾ നമുക്കും ഇതുപോലൊന്ന് വേണമല്ലോ എന്നൊരു തോന്നൽ തോന്നി. ആർമി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആ തോന്നലുണ്ടാകുന്നത്. അപ്പോൾ ആ തോന്നൽ പിന്നീട് അടുത്ത പ്രാവശ്യം നാടകത്തിൽ അഭിനയിക്കാറായപ്പോഴേക്കും ആ സ്കൂളിൽ നിന്ന് തന്നെ പോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ല. അന്നത്തെ കലോത്സവങ്ങളിലെങ്ങോ അന്ന് അഭിനയിച്ച അദ്ദേഹത്തിന് ഫസ്റ്റ് കിട്ടിയതുകൊണ്ട് അയാളെ തന്നെ വെച്ചുകൊണ്ടാണ് അടുത്ത വർഷം സ്കൂളിൽ നിന്ന് കലോത്സവത്തിന് പോയത്. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ പിന്നെ വീണ്ടും അങ്ങനെ മോഹം ഇങ്ങനെ കിടന്നിരുന്നു. പിന്നീട് ഞങ്ങളുടെ ഈ വായനശാലയിൽ ദേശീയ വായനശാല അമനേറയിൽ കഥകളി പോലെയാണ്. വൈകുന്നേരം 7 മണിക്ക് തുടങ്ങുന്ന ഏകാംഗ നാടക മത്സരം തീരുന്നത് പിറ്റേ ദിവസം രാവിലെ 7 മണി. അത് നേരം വെളുക്കുമ്പോൾ തീരത്തക്ക രീതിയിലുള്ള ടൈറ്റ് ഷെഡ്യൂളാണ്. ഒരു നാടകം കഴിഞ്ഞാൽ ആ ഒരു 5 മിനിറ്റിന് അടുത്ത നാടകം വന്ന് പോകുന്ന 45 സെക്കൻഡുകളുടെ ഏകാംഗ നാടകങ്ങൾ. ഏകാംഗ നാടകങ്ങളിൽ എല്ലാത്തരം നാടകങ്ങളും ഉണ്ടായിരുന്നു. സ്റ്റൈലൈസ്ഡ് നാടകങ്ങൾ, സിംബോളിക് നാടകങ്ങൾ, റിയലിസ്റ്റിക് നാടകങ്ങൾ, ഇതെല്ലാം കൂടെ കണ്ടിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഇതിനൊന്നും ഭാഗമാക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാത്തിലും ഈ വലിയ വലിയ നടന്മാർ ആണ് അഭിനയിക്കുന്നത്. കാരണം എല്ലാവരും വലുതായിട്ട് തോന്നുന്നു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത്. കാരണം അത്രയധികം പ്രാക്ടീസോടു കൂടിയാണ് നാടകത്തിൽ എത്തുന്ന ഓരോ ആൾക്കാരും. ഇപ്പോഴും ഇങ്ങനെ അമച്വർ സെറീന മാനത്തൂർ, ഇറുമ്പയം അങ്ങനെയൊക്കെ പറയുന്ന ആ സ്ഥലത്തിൻ്റെ പേര് പോലും ഓർക്കുന്നത് ആ നാടക സമിതികളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അപ്പോഴും ഈ അഭിനയം എന്നുള്ള മോഹം കിടന്നു. അപ്പം അങ്ങനെ ഒരിക്കൽ ഈ അമച്വർ സെറീന മാനത്തൂറിൻ്റെ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരാനയും കുറേ പാപ്പാന്മാരും എന്ന് പറഞ്ഞ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം തന്നു. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കാനുണ്ടായ അവസരം. അതിനിടയ്ക്ക് ഈ ആരെങ്കിലുമൊക്കെ പറയുന്ന മത്സരിക്കാൻ സ്റ്റേജിൽ കയറിയിട്ടുള്ളത് വല്ലപ്പോഴും ഓരോ പാട്ടുകൾ പാടാൻ വേണ്ടി മാത്രം സ്റ്റേജിൽ കയറുന്ന അവസ്ഥയുള്ളത്. അങ്ങനെ സ്റ്റേജിൽ കയറി അവതരിപ്പിക്കാൻ പറ്റി. ആ സമയത്ത് തന്നെ പഠനം പ്രശ്നമായതുകൊണ്ട് പഠിക്കുന്നത് വിട്ടിട്ടൊരു പരിപാടി വീട്ടിൽ നിന്ന് നടക്കില്ലാത്തതുകൊണ്ട് അന്ന് ഈ ഏകാംഗ നാടക മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ കേരളത്തിലുടനീളമുള്ള സ്റ്റേജുകളിൽ പോകാൻ വേണ്ടിയിട്ട് അനുവാദം ഇല്ലാത്തതുകൊണ്ട് അതും അവിടെ മുടങ്ങിപ്പോയി. പിന്നീട് അങ്ങനെ പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കി നിൽക്കുന്ന സമയത്താണ് കേരളത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും നമ്മുടെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഒരു വർക്ക്ഷോപ്പ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൽ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരാളെ സെലക്ട് ചെയ്തതിൽ അത് ഭാഗ്യവശാൽ എനിക്ക് കിട്ടി. അങ്ങനെ അവിടെ പോയി ആ ഒരു തിയേറ്റർ വർക്ക്ഷോപ്പിൽ, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ വർക്ക്ഷോപ്പിൽ പ്രഗത്ഭരായ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് MS സതീഷ് എന്ന് പറഞ്ഞ ഒരു സ്കൂൾ ഓഫ് ഡ്രാമ പ്രോഡക്റ്റ്, രണ്ടാമത് രഘൂത്തമൻ എന്ന് പറയുന്ന അദ്ദേഹം, PK വേണുക്കുട്ടൻ നായർ, അങ്ങനെ തുടങ്ങുന്ന ആൾക്കാരുടെ ശിക്ഷണത്തിലായിരുന്നു അഭിനയം എന്ന് പറയുന്നത്. അങ്ങനെ അഭിനയിക്കുമ്പോൾ ഈ നാടകം കാണുന്ന പോലെ തന്നെ അന്നത്തെ ഒരു ക്രൈസായിരുന്നു കഥകളി കാണുക എന്നുള്ളത്. അപ്പോൾ കഥകളിയിലെ അംഗവിക്ഷേപങ്ങൾ നമ്മുടെ മനസ്സിനെ എവിടെയൊക്കെയോ സ്വാധീനിച്ചിരുന്നു. അങ്ങനെ സ്റ്റൈലൈസ്ഡ് നാടകമായ ഭാസനാടകം കർണഭാരം വിഷ്ണുനാരായണൻ നമ്പൂതിരി വിവർത്തനം ചെയ്തത് ഞങ്ങളുടെ ഈ തിയേറ്റർ വർക്ക്ഷോപ്പിൻ്റെ ഔട്ട്പുട്ടായിട്ട് എല്ലാവരുടെയും മുന്നിൽ, ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ, അതായത് കാവാലം നാരായണ പണിക്കർ ഉൾപ്പെടെയുള്ള സീരിയൽ സിനിമാ സംവിധായകരെല്ലാവരും പങ്കെടുക്കുന്ന തിരുവനന്തപുരത്തെ ഒരു സാംസ്കാരിക വേദിയുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു നാടകത്തിൽ കർണഭാരം എന്ന് പറഞ്ഞ ആ നാടകത്തിലെ കർണനാകാനുള്ള ഒരു അവസരം കിട്ടി. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വേദിയിലെ ആദ്യത്തെ എൻ്റെ ഒരു അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തം തന്നെ പറയാം. കാരണം ഇവിടുന്ന് കോട്ടയം ജില്ലയിലെ മൂലയിൽ കിടന്നിരുന്ന ഒരാൾ തിരുവനന്തപുരത്ത് ഒരു സ്റ്റേജിൽ കയറി ഒരു നാടകം കളിക്കാൻ പറ്റുക, അത് ദൂരദർശനമൊക്കെ വന്നിട്ട് ടെലികാസ്റ്റ് ചെയ്യുക, അതൊക്കെ നമുക്ക് വലിയൊരു സംഭവമായിപ്പോയി. അപ്പോൾ അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ കർണഭാരത്തിലെ കർണനായിരുന്നു അഭിനയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ. അത് ഒരു സ്റ്റൈലൈസ്ഡ് നാടകമായിരുന്നു. ആംഗികം, വാചികം, ആഹാര്യം എന്നൊക്കെ, സാത്വികം എന്നീ പറയുന്ന എല്ലാ തരങ്ങളും നമ്മുടെ ശരീരമൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് കൊണ്ട് ഒരു 7 കിലോ ഒക്കെ തൂക്കം കുറഞ്ഞു പോകുന്ന അവസ്ഥയിലുള്ള പ്രാക്ടീസായിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള പ്രാക്ടീസ്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഏതായാലും വളരെ മനോഹരമായിട്ട് ഈ പറഞ്ഞ കാവാലം നാരായണ പണിക്കർ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്റ്റേജിൽ വന്ന് അനുമോദനങ്ങളും വിമർശനങ്ങളും നടത്തിപ്പോയി. അത് നമ്മുടെ ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റി. ഭാവിയിലെ നാടക അല്ലെങ്കിൽ മറ്റെല്ലാ അഭിനയത്തിനും ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മളെ വഴക്കിയെടുക്കുവാൻ വേണ്ടി സാധിച്ചു.
ആ നാടകത്തിൽ നിന്ന് കണ്ടതിൻ്റെ ബാക്കിയായിട്ടാണ് വിജയകൃഷ്ണൻ സാർ എന്ന് പറയുന്ന ഫിലിം ക്രിട്ടിക്കായിരുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സീരിയൽ കഥാസംഗമം എന്ന് പറഞ്ഞ കഥയിൽ ഒരു കഥയിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്നു. അത് പെരുന്നാൾ വരുന്നു എന്ന് പറയുന്ന ഒരു റംസാൻ സ്പെഷ്യൽ ടെലി ഫിലിമായിരുന്നു. അത് അന്നത്തെ 20 മിനിറ്റിന് 7 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. അത് ചിലപ്പം ഒരു 10 പ്രാവശ്യമൊക്കെ ടെലികാസ്റ്റ് ചെയ്യും, അങ്ങനെയായിരുന്നു. കാരണം അത്രയ്ക്ക് ഉള്ളൂ. സീരിയൽ പോലും 12 എപ്പിസോഡിലേക്ക് നിൽക്കുന്ന സമയത്ത് ഈ സ്പെഷ്യൽ റംസാൻ, ഓണം, ക്രിസ്തുമസ് അങ്ങനെ തുടങ്ങുന്ന സ്പെഷ്യലിനകത്ത് ഈ പെരുന്നാൾ വരുന്നു എന്നതിൽ അബു എന്നൊരു കഥാപാത്രം ആണ് ഫസ്റ്റ് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നത്. അതൊരു തുടക്കം. ആ കഥാസംഗമത്തിൽ 20 കഥകൾ അദ്ദേഹം ടെലികാസ്റ്റ് ചെയ്തു. അതിൽ 4 കഥകളിൽ അവസാനമായപ്പോൾ ഒരു കഥയിലെ മുഖ്യ വേഷം തന്നെ തന്നുകൊണ്ട് അദ്ദേഹം ഈ വിജയകൃഷ്ണ സാറാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ സീരിയൽ രംഗത്തേക്ക് കൈപിടിച്ച് കയറ്റുന്നത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ സീരിയലുകൾ പല ദൂരദർശൻ 12 എപ്പിസോഡ് സീരിയലുകളിലും മുഖ്യ വേഷം ഉൾപ്പെടെ ചെയ്യുവാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ദൂരദർശൻ 12 എപ്പിസോഡ് മാറി പിന്നെ ഏഷ്യാനെറ്റിൻ്റെയൊക്കെ വരവ് തുടങ്ങിയ സമയത്താണ് മറ്റ് സീരിയലിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് കുടുംബപരമായ ചില കാര്യം കൊണ്ട് ഒരു ബ്രേക്കുമായിട്ട് കോട്ടയത്തേക്ക് തന്നെ തിരിച്ചു വരേണ്ട ഒരു ആവശ്യം വന്നു. ആ തിരിച്ചുവരവ് ശരിക്കും പറഞ്ഞാൽ അഭിനയ ജീവിതത്തിലൊരു വലിയ ബ്രേക്കാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയം തിരുവനന്തപുരം ബേസ് ചെയ്തായിരുന്നു അന്നത്തെ എല്ലാ കലാരൂപങ്ങളും, എവറിത്തിങ് എന്ന് വെച്ചാൽ നമ്മുടെ സിനിമയായിക്കോട്ടെ സീരിയലായിക്കോട്ടെ എല്ലാം തിരുവനന്തപുരം ബേസ്. ഇപ്പോഴത്തെ കൊച്ചി പോലെയായിരുന്നു അന്ന് തിരുവനന്തപുരം. അപ്പം അത്രയും ദൂരമായതുകൊണ്ടും എല്ലാവരുമായിട്ടുള്ള കോൺടാക്റ്റിന് പഴയ പോലെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കലോ വാട്സാപ്പ് ഗ്രൂപ്പുകളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഫോൺ വിളിച്ച് കിട്ടിയാൽ, കാരണം അവർ തിരക്കാണ്, എല്ലാ ദിവസവും ഫോൺ എടുക്കണമെന്നില്ല. ഫോൺ എടുക്കുന്നതാണെങ്കിലും താമസിക്കുന്ന ഹോട്ടലിലെ റൂമിലെ ഫോണായിരിക്കാം, അല്ലെങ്കിൽ അവർ താമസിക്കുന്ന വീട്ടിൽ വിളിക്കുമ്പോൾ ഡയറക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിക്കേഷനിലൊരു ചെറിയ ഗ്യാപ്പ് കൊണ്ടും ഡിസ്റ്റൻസ് കൊണ്ടും പുതിയ ആർട്ടിസ്റ്റുകൾ വന്നു. നമ്മൾ ഇവിടെ നിൽക്കുന്ന കോട്ടയം ജില്ലയിൽ വന്ന് നിൽക്കുന്ന നിപ്പിൽ പതിയെ ഒരു ചാനൽ രംഗത്തേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി വന്നു. പക്ഷെ ആ സമയത്ത് തന്നെ ഈ സീരിയൽ അഭിനയിക്കുന്ന സമയത്തും ഞങ്ങൾ ഈ കർണഭാരം പോലെ ഭീമ, ഘടോൽക്കജ, ബൊമ്മനാട്ടം, മധ്യമവ്യായോഗം, ഉച്ചാടനം തുടങ്ങിയ നാടകങ്ങളൊക്കെ അവിടെ കളിച്ചിരുന്നു. തിരുവനന്തപുരത്ത് തന്നെ പല സ്റ്റേജിൽ. തിരുവനന്തപുരത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൈലൈസ്ഡ് നാടകം അല്ലെങ്കിൽ ഒരു നാടകം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തിയേറ്ററിൽ അതല്ലേ 3 അല്ല 4 പ്രദർശനം, പിന്നെ അടുത്ത നാടകമായി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ രണ്ടും കൂടി എല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് ജീവിതം തുടങ്ങുന്നു. ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു തൊഴിൽ എന്ന രീതിയിൽ ഒരു ചാനലിൻ്റെ ഉത്തരവാദിത്വം, ഒരു ചാനൽ അതിനെ ഇത്തിരി വലിയ ചാനലാക്കി മാറ്റി. അങ്ങനെ ദൃശ്യ എന്ന 4 ജില്ലകളിലേക്ക് പോകുന്ന ചാനലിലെ എൻ്റർടൈൻമെൻറ്റ് വിഭാഗം മുഴുവൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഉത്തരവാദിത്വമായി മാറി. അപ്പോൾ അങ്ങനെ 12ഓളം പ്രോഗ്രാമുകൾ എല്ലാ ആഴ്ചകളിലും പുറത്തേക്ക് വിടേണ്ട അവസ്ഥയായിരുന്നു. 12ഓളം പ്രോഗ്രാമുകൾക്കകത്ത് 2 പ്രോഗ്രാം ഞാൻ തന്നെ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമായിരുന്നു. ഇൻ്റർവ്യൂവും പിന്നെ ഒരു യാത്രാ വിവരണവുമായിട്ട് 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം കൂടാതെ മറ്റ് ആൾക്കാരുടെ പ്രോഗ്രാം, റോഡ് ഷോയും ഹോം ഷോയും നമ്മുടെ കുക്കറി ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ അന്ന് അതിനകത്ത് വേണ്ടി വന്നു. അപ്പോൾ ഇതിലെല്ലാം സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, എല്ലാ സംഭവത്തിനും ഉണ്ടാകുന്ന ടൈറ്റിൽസ് ഉണ്ടാക്കി, എല്ലാം എഡിറ്റ് ചെയ്ത് ഔട്ട് വന്നിട്ട് സ്പോൺസർഷിപ്പിൻ്റെ ആൾക്കാർക്കുള്ള പ്രമോസും പോയി കഴിഞ്ഞിട്ടേ നമുക്ക് ഉറക്കമുള്ളൂ. അപ്പോൾ അതുപോലെ നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് വളരെ ഗംഭീരമായൊരു ബ്രേക്കാണ് അഭിനയ ജീവിതത്തിലുണ്ടായത്. അഭിനയ ജീവിതത്തിലെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ അതിനിടയ്ക്കും ആരെങ്കിലുമൊക്കെ മ്യൂസിക് ആൽബങ്ങളിലും അങ്ങനെ ഷെഡ്യൂൾ ചെയ്യപ്പെടാത്ത, ഇന്ന് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിലും വീണ്ടും ഷൂട്ട് വരേണ്ടതല്ലാത്ത ചെറിയ ചെറിയ പരിപാടികൾ ഈ അഭിനയ മോഹം കൊണ്ടുപോയി അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഈ ചാനലിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് തിയേറ്റർ ഉള്ള പ്രേമികളായ ആൾക്കാരെ ചേർത്ത് നാടകങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നൊക്കെ ഓഫറുകൾ എന്നല്ല, നമ്മൾ ചോദിച്ചിട്ടുള്ള ആൾക്കാർ ഇന്ന വേഷമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ടൈറ്റ് കൊണ്ട് നമുക്ക് പോകാൻ പറ്റാറില്ല എന്നാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അങ്ങനെ ചാനൽ രംഗത്ത് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ യാത്രാ വിവരണം എന്ന പരിപാടിക്കകത്ത് ധനുഷ്കോടി മുതൽ ഹിമാലയം വരെയുള്ള
യാത്രകൾ 23 മിനിറ്റ് വരുന്ന എപ്പിസോഡായിരുന്നു അന്നുണ്ടായിരുന്നത്. ഈ 23 എപ്പിസോഡിൻ്റെ എല്ലാ ആഴ്ചയിലും ഓരോ യാത്രാ വിവരണം ഉണ്ടാക്കണമെങ്കിലത്തെ ബുദ്ധിമുട്ടറിയാമല്ലോ. അതും ഇത്ര ദൂരെയുള്ള യാത്രകൾ തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ സ്ഥലങ്ങളും ഭംഗിയുള്ള സ്ഥലങ്ങളും ചരിത്രപരമായ സംഭവങ്ങൾ ഉറങ്ങുന്ന സ്ഥലങ്ങളും അങ്ങനെ പ്രകൃതി ഭംഗി നിറയുന്ന അങ്ങനെ എല്ലാം ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഒട്ടേറെ സ്ഥലങ്ങൾ നമുക്ക് ഈ ചാനലിലൂടെ പുറത്തു വിടാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പോയി വിവരണത്തോടു കൂടി കാഴ്ചക്കാരിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു. അതുകൂടാതെ എന്താ പറയുന്നത്, നമ്മുടെ റിയാലിറ്റി ഷോ പോലത്തെ ഷോ ഞങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് കേരളത്തിൽ തന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല. നമ്മൾ ചെയ്ത ഒരു റിയാലിറ്റി ഷോയുടെ ഒഡീഷന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തകരെല്ലാവരും കൂടി 400ഓളം വീടുകളിൽ പോയാണ് ഓഡീഷൻ നടത്തിയത്. ഓഡീഷൻ നടത്തിയ പാട്ടുകൾ അവരുടെ വീടിൻ്റെ ആംബിയൻസിൽ തന്നെ ഷൂട്ട് ചെയ്ത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 25 പേരെ വെച്ചിട്ട് സെക്കൻഡ് റൗണ്ടും 10 പേരെ വെച്ച് സെമി ഫൈനലും അതിൽ നിന്ന് 6 പേരെ വെച്ചിട്ട് അതിൻ്റെ ഫൈനലും അങ്ങനെ വലിയ ചാനലുകൾ നടത്തുന്ന രീതിയിൽ തന്നെ മെഗാ പ്രൈസോടുകൂടി ഒരു വലിയ റിയാലിറ്റി ഷോ ഒക്കെ അന്ന് നടത്താൻ പറ്റിയത് വലിയൊരു സംഭവമാണെങ്കിലും ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളും മാർക്കറ്റിങ്ങിൻ്റേതായ പ്രശ്നങ്ങളും സാമ്പത്തികത്തിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ ചാനലിൻ്റെ കാര്യങ്ങൾക്ക് ചേരാതെ വന്നപ്പോൾ ചാനലിൻ്റെ ഉത്തരവാദിത്വം 7 വർഷത്തിന് ശേഷം അതിൽ നിന്ന് മാറേണ്ടി വരികയും വീണ്ടും അഭിനയ രംഗത്തേക്ക് അറിയാവുന്ന ഏറ്റവും നല്ല തൊഴിൽ അഭിനയവും പരസ്യചിത്ര നിർമ്മാണവും ഒക്കെ ആയതുകൊണ്ട് ആ രീതിയിലേക്ക് തന്നെ പോയി. 10ഓളം സിനിമകളും ഇടയ്ക്ക് 2-3 സീരിയലുകളും സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിമുകളും എന്താ പറയുന്നത് ഷോർട്ട് ഫിലിമുകൾ സ്വന്തമായിട്ട് എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. പരസ്യചിത്രങ്ങൾ 250-ലേറെ പരസ്യചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തിയേറ്ററിലേക്ക് പോകുന്ന പരസ്യചിത്രങ്ങളും ചാനലിലേക്ക് പോകേണ്ട പരസ്യചിത്രങ്ങളും നമ്മുടെ എന്താ പറയുന്നത് സോഷ്യൽ മീഡിയയിലേക്ക് പോകേണ്ട പരസ്യചിത്രങ്ങളും തുടങ്ങി അങ്ങനെയുള്ള പരസ്യചിത്രങ്ങളുടെ വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമാ അഭിനയത്തിലെ വളരെ വലിയൊരു സന്തോഷകരമായ ഒരു കാര്യം, അല്ലെങ്കിൽ അത് ഒരു സംവിധായകൻ്റെ പേരെടുത്ത് പറയുമ്പോഴല്ല, ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന ഒരു സംവിധായകൻ ഈ സിനിമയിൽ ഈ കാസ്റ്റിന് ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യപ്പെട്ട ആ ഒരു സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ദർ ഈസ് നോ സ്മോൾ റോൾസ് ഓൺലി സ്മോൾ ആക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വലിയ വേഷം എന്നല്ല, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം അദ്ദേഹം നൽകുകയും അത് സിങ് സൗണ്ടായിട്ട്, അത് തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് വളരെയധികം നമുക്കുണ്ടായി. ഡബ് ചെയ്യാതെ നമ്മളെ ഓരോ ഡയലോഗും കാണാതെ പറയുന്ന സിങ് സൗണ്ടിൻ്റെ ഒരു അകമ്പടിയോടുകൂടി വളരെ ഗംഭീരമായിട്ട് ഡോൺ പാലത്തറ എന്ന സംവിധായകൻ്റെ ഇൻ്റർനാഷണലി ശ്രദ്ധിക്കപ്പെട്ട, ഇൻ്റർനാഷണലി ഒത്തിരി അവാർഡുകൾ കിട്ടിയ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചത് ഒരു വലിയ കാര്യമായിരുന്നു. അത് കഴിഞ്ഞ 2 വർഷം മുമ്പ് സംഭവിച്ചതാണ്. വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അതിൽ ജോൺ എന്ന ക്യാരക്ടർ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ പറ്റി. അതിൻ്റെ തുടർച്ചയെന്നോണം ജെറി എന്ന സിനിമയിലൊരു മുഖ്യവേഷം ഉണ്ടായി. അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സിനിമകളിലെ വേഷം വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റി. ഇതിലും ഒക്കെ എന്ന് വെച്ചാൽ നമ്മുടെ സിനിമകളിൽ എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജേഷ് അമനകര എന്ന ആളാണ്. രാജേഷ് അമനകരയുടെ അമ്മത്തൊട്ടിൽ എന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയായ കല്യാണമരം എന്ന സിനിമയിൽ ഇപ്പോൾ ഒരു വേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ പല വർക്കുകളിലും എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. പല സിനിമകളും ഇപ്പോൾ ചെറിയ സിനിമകളായതുകൊണ്ടും താരപ്രഭയില്ലാത്തതുകൊണ്ടും പരാജയപ്പെട്ട ചെറിയ സിനിമകളിൽ 10-15ഓളം സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ താരപ്രഭ സിനിമ തിയേറ്ററിൽ വിജയിക്കുന്നതിനൊരു കാരണമാണല്ലോ. ആ താരപ്രഭയില്ലാത്ത സിനിമകളിൽ സാമാന്യം നല്ലതുപോലുള്ള വേഷങ്ങൾ, നല്ലതുപോലെ എന്നുള്ളതല്ല, വേഷങ്ങൾ നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിനെ മനോഹരമായിട്ട് അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നിന്നിട്ടുള്ള സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്.